ഹലോ, ഇതാ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ വീക്കെൻഡ്. അപ്പം വീക്കെൻഡിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറി. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കുക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കാൻ എടുക്കുന്നത് ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീഫ് കറി വെക്കുകയാണ്. അപ്പോൾ കുക്കറിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി ഒന്ന് ക്രഷ് ചെയ്തു. അപ്പോൾ അതിന് മുന്നേ ഉലുവ പൊട്ടിച്ചു. അതിനുശേഷം ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തിട്ടു. പിന്നെ സവോള ഇട്ടു, തക്കാളി ഇട്ടു, അതിനുശേഷം കറിവേപ്പില ഇട്ടു. അങ്ങനെ ഓരോന്നോരോന്ന് സ്പീഡിൽ ചെയ്യുകയാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ കുക്കിംഗ് റെസിപ്പി എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്നില്ല. പിന്നെ രാവിലെ കുടിക്കാനുള്ള ചായ, അതിലേക്കും നമുക്ക് വേണ്ട മധുരവും അതുപോലെ തന്നെ ഏലക്കായും തേയിലപ്പൊടിയും എല്ലാം ഇട്ടു. ചായയും ഒരു സൈഡിൽ റെഡി ആവുന്നു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പച്ചക്കറി, അതായത് സവോള, തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇന്ന് വെക്കുന്ന ബീഫെന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ബീഫ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് ഏകദേശം ഇന്ന് കൊണ്ട് കഴിയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് തന്നെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ രാവിലെ ബീഫ് കറി കുറച്ച് കൂടുതൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാം. അപ്പം ഇത് കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് കൂടുതൽ പോർഷനുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് ഒരുമിച്ചങ്ങ് വെച്ചേക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് ലഞ്ചിനാണേലും ഡിന്നറിനൊക്കെ ആണേലും എടുക്കാമല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അമ്മച്ചി റെഡിയാക്കി കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നാട്ടിൽ വെച്ച് നമ്മൾ ബീഫ് വലിയൊരു പോട്ടിൽ ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വറ്റിക്കുന്നതാണ്. കുക്കറിൽ വെച്ച് വിസിൽ കേൾപ്പിച്ചുള്ള വറ്റീരും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്തിട്ട് ആണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇത് നമുക്ക് ചീത്തയാവാതെ കുറച്ച് ഫ്രിഡ്ജിലിരുന്നോളും. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആദ്യം മുതൽ ബീഫ് വെക്കുന്ന രീതിയിൽ നമ്മളങ്ങ് വെക്കുകയാണ്. അപ്പോൾ ഒരു 5, 6, 7 വിസിൽ വരെയൊക്കെ കേൾക്കുന്ന രീതിയിൽ, അതായത് നോർമലി നമ്മൾ എങ്ങനെയാണോ ബീഫ് കറി വെക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ പിന്നീട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ബീഫ് കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോളയും നമ്മുടെ എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, പെരുംജീരകപ്പൊടി അത്രയും ഇട്ടു. അത്രയും ഈ പൊടികളെല്ലാം വളരെ സ്പെഷ്യലാണ്. പൊടികളും എല്ലാം നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. അമ്മച്ചിയുടെ സ്പെഷ്യൽ പൊടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ സ്വാദാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും മല്ലിപ്പൊടി ആണെങ്കിലും എല്ലാം പിന്നെ പെരുംജീരകപ്പൊടി, ഗരം മസാല പൊടി എല്ലാം വീട്ടിൽ സ്പെഷ്യലായിട്ട് ഇതാണ് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മൂത്തുമ്മ, അതായത് അമ്മച്ചിയുടെ സിസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൊണ്ട് തന്നതാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മൂത്തുമ്മ വന്നപ്പോഴത്തേനും റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് മണിപ്പുട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു തരം പുട്ടാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പോലെ വണ്ണമുള്ള അച്ചിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഒരു തരം പുട്ടാണ്. ഇത് മണിപ്പുട്ടെന്നാണ് ഇതിൻ്റെ പേര്. ഇത് എനിക്കറിയത്തില്ല ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് ഫെമിലിയർ ആയിട്ടുള്ളത് എന്നെനിക്കറിയത്തില്ല. എന്താണേലും ഇത് വീട്ടിൽ എൻ്റെ അമ്മച്ചി ഇതധികം പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പം നാട്ടിലാണെങ്കിൽ പോലും ഈ മൂത്തുമ്മ തന്നെയാണ് നമുക്ക് ഈ മണിപ്പുട്ട് ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കൊണ്ടുതരാറ്. അപ്പോൾ മൂത്തുമ്മ തന്നിട്ടാണ് ഞാൻ കൂടുതൽ മണിപ്പുട്ട് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഒരു ഡിഷാണ് ഈ ഒരു മണിപ്പുട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂത്തുമ്മ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രഷായിട്ട് മണിപ്പുട്ടും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് ഒരു ചെറിയ പോർഷൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, ലാസ്റ്റ് പോർഷൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല ചൂട് മണിപ്പുട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ നാടൻ ബീഫ് കറിയും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഇതെന്ന് പറയുന്നത് വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആയപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്.
നമ്മുടെ മോർണിംഗ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നു. അതിനുശേഷം ലേറ്റായിട്ടാണ് എണീറ്റത്. എങ്കിൽ പോലും എന്താണ് ഈ മണിപ്പുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബീഫ് കറിയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചിരട്ട പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റെഡിയാക്കി കൊണ്ടുവന്ന മണിപ്പുട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നോർമലി നമ്മൾ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് ഇത് വേവിച്ച് എടുക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കോമൺ ആയിട്ട് പുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ഈ ചിരട്ട പുട്ടുകുറ്റിയിലാണ്. അതുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ റെഡിയാക്കുകയാണ്. നമ്മുടെ നീണ്ട പുട്ടുകുറ്റി ഉണ്ടല്ലോ, അതിലും നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ ബീഫ് കറിയും അതുപോലെ തന്നെ ഒരു കപ്പ് ചായയും പിന്നെ നമ്മുടെ മണിപ്പുട്ടും എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതായത് നമുക്ക് ഒരുപാട് ഇഷ്ട കോമ്പോസ് ഉണ്ടായിരിക്കുമല്ലോ, ഫേവറേറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. അതിൽ എനിക്ക് ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഏത് നേരം കിട്ടിയാലും നമ്മൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ചൂട് മണിപ്പുട്ട്, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള നല്ല ചൂട് മണിപ്പുട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബീഫ് കറി നന്നായിട്ട് ഒഴിച്ചു. ഈ ഒരു ഐറ്റത്തിനെ, ഈ ഒരു മണിപ്പുട്ടിനെ പല സ്ഥലങ്ങളിലും പല പല പേരിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ ഇത് കാണുന്നവർ വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ നല്ല ചൂട് മണിപ്പുട്ടും അതുപോലെ തന്നെ ബീഫൊക്കെ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ബീഫ് കുക്കറിൽ നമുക്ക് വിസിൽ കേൾപ്പിച്ച് വേവിച്ചല്ല തരുന്നത്. വലിയൊരു പാത്രത്തിൻ്റെ അകത്ത് വേവിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ 6-7 വിസിൽ വരെ നമ്മൾ ബീഫിൽ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് യമ്മി ആയിട്ടുള്ള വീക്കെൻഡ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് ഇക്കാക്കും അതുപോലെ തന്നെ സാറായ്ക്കും മക്കൾക്ക് ഇളയ മോള് സൈറൂന് വരെ ഈ മണിപ്പുട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ഫുഡ്, അവൾക്കിപ്പോൾ 2 വയസ്സാകാൻ പോകുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം അവൾക്കിപ്പോൾ കഴിക്കാൻ കൊടുക്കാൻ തുടങ്ങി. അപ്പം ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഐറ്റം കഴിച്ചപ്പോഴത്തേനും. അപ്പോൾ ഞാൻ വളരെ ആസ്വദിച്ച്, അപ്പം നല്ല ഓവർ സ്പൈസി അല്ല, ആവശ്യത്തിന് സ്പൈസി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ബീഫ് കറിയും നല്ല അടിപൊളി മണിപ്പുട്ടും ചൂട് ചായയും. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി രാവിലത്തെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം വീക്കെൻഡ്സിൽ, അതായത് സാറ്റർഡേയ്സിൽ അല്ലെങ്കിൽ സൺഡേയ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമേ ഞാൻ നോക്കാറില്ല. കാരണം 11 മണി 12 മണി വരെ ആവാറുണ്ട്. എങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഫ്രൂട്ടായിട്ട് ഒരു ബൗള് സ്ട്രോബെറി എടുത്ത് കഴിച്ചു. അപ്പോൾ അതിനുശേഷം ലഞ്ച് ടൈം ആയപ്പോഴത്തേനും ഉച്ചയ്ക്ക് ഇന്ന് ലഞ്ചിന് ചോറായിട്ട് ഒന്നും കഴിക്കുന്നില്ല. കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ബീഫ് കറിയും മണിപ്പുട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ല. എങ്കിലും ഒരു 3 മണി 4 മണി ആയപ്പോഴത്തേനും 2 ദോശ ചുട്ടു. അതിലേക്ക് ചമ്മന്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ രാവിലത്തെ ബീഫ് കറി. അപ്പോൾ നമ്മൾ തട്ടുകടയിലൊക്കെ പോകുമ്പോഴത്തേനും നല്ല അടിപൊളി തട്ടിൽക്കുട്ട് ദോശയും ചമ്മന്തിയും കിട്ടാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തട്ടുകടയിൽ അവരുടെ ഒരു സ്പെഷ്യൽ ഒരു ഇറച്ചിച്ചാറ് അല്ലെങ്കിൽ ഇറച്ചിക്കറി കിട്ടാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു തട്ടുകടയിലെ അതേ ഫീലോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ലഞ്ച് കഴിച്ചത്. അപ്പോൾ ചമ്മന്തിയും അതുപോലെ തന്നെ ബീഫ് കറിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. നമ്മൾ ഒരു ഓംലെറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. പക്ഷേ ഓംലെറ്റ് കഴിക്കാനുള്ള അത്ര അതിയായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് 2 ദോശയിലും കുറച്ച് ചമ്മന്തിയിലും കുറച്ച് ബീഫ് കറിയിലും നമ്മൾ ഇന്നത്തെ ലഞ്ച് ഒതുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ച്. അപ്പോൾ ആണ് ഈ ദോശയും ചമ്മന്തിയും കഴിച്ചത്. ഇക്കാക്ക് ലഞ്ചായിട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു 12 മണിയോട് കൂടിയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഒരു ബ്രഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ മണിപ്പുട്ടും അതുപോലെ തന്നെ ബീഫ് കറിയും 1 കപ്പ് ചായയും ഒക്കെ കഴിച്ചു. അപ്പം അത്യാവശ്യം കഴിച്ചു. പിന്നെ ഞാൻ കുറച്ചൊരു 3 മണി 4 മണി ആയപ്പോൾ 2 ദോശയും കൂടെ ചുട്ട് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം സ്വീറ്റായിട്ട് കഴിഞ്ഞ
ദിവസം കസിൻസ് വീട്ടിൽ വന്നപ്പോഴത്തേനും അവർ കൊണ്ടുവന്നതാണ്. വളരെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പിസ്ത ഫില്ലിങ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നട്ട്സൊക്കെ വെച്ചിട്ട് പുറമെ ഒരു ക്രഞ്ചി ആയിട്ട് ഉള്ള ഒരു ഓവറായിട്ട് ഇതിൻ്റെ ചില ഐറ്റംസ് കഴിക്കുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് പഞ്ചസാര മുക്കിപ്പൊക്കി ഭയങ്കര ഓവറായിട്ട് നമുക്ക് മത്ത് പിടിപ്പിക്കുന്ന സ്വീറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരുപാട് മധുരമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ അത് ഒരു സ്വീറ്റ് എടുത്ത് കഴിച്ചു. അതിനുശേഷം ഇക്ക ലഞ്ചായിട്ട് പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇക്ക വീട്ടിലുണ്ടല്ലോ, സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്, അപ്പോൾ ഇക്ക കാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേനും കാപ്പി ഇട്ടു. അപ്പോൾ ഓരോ ഗ്ലാസ് ചൂട് കാപ്പിയും അതിൻ്റെ കൂടെ കുറിക്കാനായിട്ട് റസ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അരി ഞുറുക്ക്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ അടിപൊളി, നല്ല എന്താ പറയുക, നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഞുറുക്ക്. അപ്പോൾ അരിയുടെ ഞുറുക്കാണ്. അപ്പോൾ അതാണ് നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിച്ചത്. പിന്നെ കുറച്ചും കൂടെ ലേറ്റായിപ്പോൾ, ഇത് ഡിന്നറാണോ എന്ന് ചോദിച്ചാൽ ഡിന്നറല്ല. കാരണം ഡിന്നർ ആകുന്നതിന് മുന്നേ ഒരു വൈകുന്നേര സമയത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം കസിൻസൊക്കെ വന്നപ്പോൾ നമ്മൾ കുറച്ച് ചിക്കിങ്ങിൽ നിന്ന് കുറച്ച് ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ പിസ്സയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവർ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് ഡേയിൽ തന്നെ കഴിച്ച് തീർത്തേക്കാം, ഇനി അത് ഇരുന്നെങ്കിൽ ചീത്തയായി പോകുമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോൾസ്ലോ സാലഡ്, അപ്പം അതും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ ചിക്കിങ്ങിൽ നിന്നും KFC നിന്നൊക്കെ ഇത് ഫ്രൈഡ് ചിക്കൻ വാങ്ങിക്കുമ്പോഴത്തേനും വലിയ ബൗള് കോൾസ്ലോ സാലഡ് കൂട്ടിയാണ് കഴിക്കുന്നത്. എനിക്ക് മയോണൈസ് കെച്ചപ്പ് ഒന്നും നിർബന്ധമില്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി വന്ന കുറച്ച് ഐറ്റംസാണ്. ഇത് ഞങ്ങളെല്ലാവരും കൂടി വീതിച്ച് കഴിച്ചു. ഇത് ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബണ്ണെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ കോൾസ്ലോയും ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ചേർത്തിട്ട് ഒരു ബർഗറാക്കി ഇക്കാക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ബർഗറാക്കി അതെല്ലാം കൂടെ ഒന്ന് റാപ്പ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു. പിന്നെ ഞാൻ സാറായ്ക്ക് വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അവൾക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു പീസ് പിസ്സയും ടൊമാറ്റോ കെച്ചപ്പും അത് അവൾക്ക് വേണ്ടിയിട്ടുള്ളത് അവൾക്ക് കൊടുത്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആ കോൾസ്ലോ സാലഡും കൂട്ടിയിട്ട് ആ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കുക. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ. നമ്മളങ്ങനെ ചിക്കിങ്ങിൽ നിന്ന് അധികം പിസ്സ വാങ്ങിക്കാറില്ലായിരുന്നു. ഇതിപ്പോൾ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ ലോങ് വീഡിയോ കണ്ടവർക്കറിയാം, ഹബീബി ബേക്കറിയിൽ വെച്ചിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം പഫ്സ് ഞാൻ ഡയറക്റ്റ് വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്രീം പഫ്സ് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങളെല്ലാവരും കൂടി ഓരോന്ന് കഴിച്ചു. എൻ്റെ പൊന്നോമതി, വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ഒരു ഐറ്റം, ഭയങ്കര മത്തായിട്ടുള്ള ഓവർ മധുരമൊന്നുമല്ല, വളരെ മൈൽഡായിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള സ്വീറ്റോട് കൂടിയിട്ട്. അപ്പോൾ അതും കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഡിന്നറായപ്പോൾ നമ്മുടെ ഫേവറേറ്റ് മണിപ്പുട്ട് തന്നെയാണ് നമ്മൾ ഡിന്നറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാൻ പറയാം, മൂത്തുമ്മ കുറച്ച് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ അത് 1-2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു പാത്രത്തിലുള്ളത് കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ രണ്ടാമത്തെ പാത്രത്തിലുള്ളത് നമ്മൾ ഏകദേശം എടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ കുറച്ച് പോലും വേസ്റ്റ് ആക്കുന്നതുകൊണ്ടല്ല, അത്രയും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ മണിപ്പുട്ടും അതുപോലെ തന്നെ ബീഫ് കറിയും തന്നെയാണ് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല, എങ്കിലും മണിപ്പുട്ടിരിക്കുന്നത് കൊണ്ട് ഒരു പുട്ടെടുത്ത് വേവിച്ച് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു, മണിപ്പുട്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പിസ്സയും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും കാപ്പിയും എല്ലാം കുടിച്ച് അത്യാവശ്യം ഫില്ലിംഗ് ആണ്. എങ്കിലും അത്താഴപ്പട്ടിണി കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു പുട്ടും കുറച്ച് കറിയും ഒക്കെ എടുത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ, സാറ്റർഡേ സ്പെഷ്യലായിട്ടുള്ള
ആയിട്ടുള്ള ടേസ്റ്റി ഡിലീഷ്യസ് യമ്മി ഹോംലി മീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാറ്റർഡേ ആയിട്ട് പോലും നമ്മൾ പുറത്തെ ഔട്ടിങ്ങോ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ വീഡിയോയിലില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീക്കെൻഡ്, ഈ ഒരു സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഒരു വീക്കെൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിക്കലും കുടിക്കലും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ വീട്ടിൽ തന്നെ ആയിരുന്നു. ഫ്രൈഡേയിൽ നമ്മൾ ഫ്രൈഡേയിൽ നമ്മൾ ലഞ്ചിന് വേണ്ടി പുറത്ത് പോയി. കസിൻസൊക്കെ നമ്മുടെ വീട്ടിൽ, കസിൻസും മൂത്തുമ്മ ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നു. അങ്ങനെ ഫ്രൈഡേ നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.